സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? ഞാൻ ഫെമിനിസ്റ്റ് അല്ല. ഞങ്ങളും ഫെമിനിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളല്ല. പക്ഷെങ്കിൽ ഈ കാര്യങ്ങൾ പറയാതെ വയ്യ. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല. ഇത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് അല്ലെ? ഇത് കർമ്മഫലമായിരിക്കും അല്ലെ? ചെറുപ്പക്കാരായ പുരുഷന്മാർ പറയുന്നു ഇത് കർമ്മഫലമാണെന്ന്. എന്നാൽ പാസ്റ്റർമാർ എന്താണ് പറയുന്നത്? ഈ കെട്ടായിരിക്കുന്ന പിള്ളേർക്ക് ഒരു മാനസിക രോഗമുണ്ട്. ആ രോഗത്തിന്റെ പേര് ഗാമോഫോബിയ എന്നാണ്. ഭയമാണ്. ഞാൻ കെട്ടിയാൽ ശരിയാവുമോ, അവർക്ക് പറ്റിയത് എനിക്ക് പറ്റുമോ, ഞങ്ങളുടെ അമ്മയുടെ കൂട്ട് അമ്മ ഇങ്ങനെ അച്ചാനെ കീഴടങ്ങിയിരുന്ന പോലെ ഞാനും ഇരിക്കേണ്ടി. സത്യത്തിൽ അതാണോ ഒരു പെൺകുട്ടിയുടെ ഭയം? ഗാമോ എന്ന് പറഞ്ഞാൽ വിവാഹം, ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ. അങ്ങനെയെങ്കിൽ എന്തിനെ കുറിച്ചുള്ള ഫിയർ ആണ്? കോർ ഫിയർ, അല്ലെങ്കിൽ പങ്കാളിയെ കുറിച്ചുള്ള ഭയം. എന്താണ് പങ്കാളിയെ കുറിച്ചുള്ള ഭയം? ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല സ്കിൽഡായ, നല്ല പൊട്ടൻഷ്യലുള്ള, നല്ല ടാലന്റഡായ ഒരു പെൺകുച്ച് ഒരു പുരുഷന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഒരു എന്താ പറഞ്ഞാൽ ലക്ഷ്മണ രേഖ വരച്ച് അതിന്റെ ഉള്ളിൽ ആ പെൺകുട്ടിയെ ആക്കി നിർത്തുന്നു. ആ ഒരു ഭയമാണ് ഒരു പെൺകുട്ടിക്കുള്ളത്. ഒരു ഭർത്താവിന്റെ കീഴിൽ എത്തിക്കഴിയുമ്പോൾ ഒരു പെൺകുട്ടിയും ഒരു ഭർത്താവിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഒരു പുരുഷനെ വിവാഹം ചെയ്യുന്നത്, ഞാൻ അവിടെ കയറി ചെന്ന് എന്റെ ഭർത്താവിനെ ഭരിച്ച് എന്റെ വീട്ടുകാരെ ഭരിച്ച് ഒരുമാതിരി ദാദാഗിരി കാണിക്കണമെന്ന് പറഞ്ഞല്ല ഒരൊറ്റ പെൺകുട്ടികളും ചെന്ന് കയറുന്നത്. പക്ഷെങ്കിൽ അവരുടെ ജീവിത സാഹചര്യമാണ് അവരെ അതിൽ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന അവരുടെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കണം. ഭർത്താവിന്റെ കീഴിലായിരിക്കുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് ദൈവവചനം അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം മാത്രമാണ് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നത്. എനിക്കൊരു മോളുണ്ട് ഷാർജയിലാണ്. ഒരു കുഞ്ഞിനെ ഒരപ്പനും അമ്മയും വളർത്തി നിന്റെ കയ്യിലോട്ട് തരുമ്പോഴേ ചങ്കു പറിച്ചാ തരുന്നേ. നിനക്ക് തൊഴിക്കാനുള്ളതല്ല, നിനക്ക് ഇടിക്കാനുള്ളതല്ല, ചവിട്ടാനുള്ളതല്ല, തെറി വിളിക്കാനുള്ളതല്ല, നിന്റെ കോപം തീർക്കാനുള്ളതല്ല ഭാര്യ. നിനക്ക് ഇടിക്കാനുള്ളതല്ല, ഒരു ചങ്ക് പറിച്ചാ തരുന്നേ. ചോദ്യം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു: സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കൽ നാട്ടിൽ വെക്കേഷന് പോയപ്പോ ഒരു ദേവദാസിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, പ്രെയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി. അപ്പൊ സാധാരണ 11 മണിക്കാണ് അവിടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. പക്ഷെ 8:30-9 മണി മുതലേ ആൾക്കാർ അവിടെ വന്നു തുടങ്ങും. ആ വീട്ടിൽ താമസിക്കുന്ന ദൈവദാസന് നല്ല ശുശ്രൂഷയുള്ള ഒരു ദൈവദാസനാണ്. അപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരോടെ വരും. പെന്തക്കോസ്തുകാർ മാത്രമല്ല, യാക്കോബ, മാർത്തോമ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും അവിടെ വരും ആലോചന കേൾക്കാൻ വേണ്ടിയിട്ട്, ഈ ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ചെന്നൈ അന്ന് ഒരു ആന്റി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഈ ദൈവദാസൻ വിവേചിക്കും. അപ്പൊ അങ്ങനെ വിവേചിച്ചു വന്നപ്പം ഒരു ആന്റിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പം ഈ ദേവദാസൻ ചോദിച്ചു, എത്ര മക്കളുണ്ട്? അപ്പം ഇത്ര. ഓക്കെ, എത്ര പെൺമക്കളുണ്ട്? ഇത്ര പെൺമക്കളുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം ചോദിച്ചു, ഈ പെൺമക്കളെ എന്തുകൊണ്ട് കൃപയുള്ള ആമ്പിള്ളാർക്ക് കെട്ടിച്ചു കൊടുത്തില്ല? അപ്പൊ ആന്റി ഇങ്ങനെ ഒരുമാതിരി സംശയത്തോടെ ഈ പാസ്റ്ററിനെ നോക്കി കഴിഞ്ഞപ്പം വീണ്ടും ചോദിച്ചു, അമ്മാമ്മയുടെ പെൺമക്കളെ എന്തുകൊണ്ട് കൃപയുള്ള ആമ്പിള്ളാർക്ക് കെട്ടിച്ചു കൊടുത്തില്ല? അപ്പൊ ആന്റി പറഞ്ഞു, കല്യാണാലോചന വന്നു, ഇഷ്ടപ്പെട്ടു, ഇരു കൂട്ടർക്കും, അങ്ങനെ കല്യാണം നടത്തി, അത്രയേ ഉള്ളൂ. അപ്പൊ ദേവദാസൻ പറഞ്ഞു, അതാ പറ്റിയത്, കൃപയുള്ള ആൺപിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കണമായിരുന്നു പെൺപിള്ളാരെ. അപ്പൊ ആന്റി ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു, അമ്മാമ്മയുടെ പെൺമക്കൾ നല്ല കൃപയുള്ള പെൺകുട്ടികളാണ്, പക്ഷേ അവർ എത്തിപ്പെട്ടത് കൃപയില്ലാത്ത, അഭിഷേകം പോലും പ്രാപിക്കാത്ത ആണുങ്ങളുടെ കയ്യിലാണ് എത്തിപ്പെട്ടത്. അതുകൊണ്ട് അമ്മാമ്മയുടെ മക്കൾ ഇന്നും ആത്മീയ ജീവിതത്തിൽ എങ്ങും എത്തിയിട്ടില്ല. കാരണം അഭിഷേകം പോലും പ്രാപിക്കാത്ത ആണുങ്ങൾ എങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യും? അതല്ല, കൃപയുള്ള ആമ്പിള്ളാരായിരുന്നു അമ്മാമ്മയുടെ പെൺമക്കളുടെ ഭർത്താക്കന്മാരെങ്കിൽ അവരിന്ന് ആത്മീയ ജീവിതത്തിൽ ഒരു നല്ല ഉയർച്ചയിൽ അവരെത്തിയേനെ എന്ന് പറഞ്ഞ അദ്ദേഹം പോയി അടുത്ത ആളിന് ആലോചന പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞു. 11 മണിക്കാണ് അവിടുത്തെ മീറ്റിംഗ് തുടങ്ങുന്നത്. അപ്പൊ 10:30-11 മണി ആയപ്പോഴത്തേനും അവിടെ ശുശ്രൂഷിക്കാനുള്ള ദേവദാസൻ വന്നു. ആ ശുശ്രൂഷിക്കാൻ ഇൻവൈറ്റ് ചെയ്ത ദേവദാസൻ ശുശ്രൂഷിക്കാട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഇതേ ആന്റിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പെൺപിള്ളാരെ എന്താ പാസ്റ്റർമാർക്ക് കെട്ടിച്ചു കൊടുക്കാഞ്ഞത്? അപ്പൊ ആന്റി ചിരിച്ചു, അല്ല, ദൈവകൃപയുള്ള പെൺപിള്ളാരാണ് അമ്മാമ്മയുടെ പെൺപിള്ളാർ, പക്ഷെങ്കിൽ ചെന്നുപെട്ടത് ഒരു കൃപയുമില്ലാത്ത ആൺപിള്ളാരുടെ കയ്യിലാണ് ചെന്ന് കയറിക്കൊടുത്തത്. അതുകൊണ്ട് കിടന്ന് കുഴയുകയാണ്. കഴിഞ്ഞ മാസം ഒരു പെൺകുട്ടി, ഒരു ദേവദാസന്റെ മകളാണ്, മെറീന റെജി എന്ന് പറയും. ആ പെൺകുട്ടി മരണമടഞ്ഞു. KSRTC ബസ് ഇടിച്ച് ആ പെൺകുട്ടി മരിച്ചതായിട്ട് 28-32 വയസ്സെങ്ങാണ്ടുണ്ട്. പെൺകുട്ടി മരിച്ചു പോയ ഒരു ന്യൂസ് ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ കണ്ടു. പിന്നീട് ഈ പെൺകുട്ടിയുടെ ഫ്യൂണറൽ നടക്കുന്ന അന്ന് ആരോ ഇതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം അന്ന് ഞാൻ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോ അതിന്റെ ആദ്യത്തെ കുറെ ഭാഗം കണ്ടു. പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്ത് അവസാനത്തെ കുറച്ച് ഭാഗവും കണ്ടു. അതിൽ നിന്ന് എനിക്ക് നല്ല ഒരു ഇംപ്രഷൻ ആ പെൺകുട്ടിയെ കുറിച്ചുണ്ടായി. ഒരു ദേവദാസന്റെ മകളാണ്,
പക്ഷേ ആ ഫ്യൂണറൽ സർവീസിൽ ആ പെൺകുട്ടിയെ കുറിച്ച് കടന്നു വന്നവരെല്ലാം പറയുന്ന സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ ഞാൻ ചെക്ക് ചെയ്ത് കുറെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പൊ കണ്ടപ്പോ എനിക്ക് നല്ലൊരു ഇംപ്രഷൻ ആ പെൺകുട്ടിയെ കുറിച്ചുണ്ടായി. 28 വയസ്സാണ് തോന്നുന്നത്, 32 വയസ്സ് അത്രയും കണ്ടേ ഉള്ളൂ. അപ്പൊ ഈ പെൺകുട്ടി നല്ല ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, നല്ല കഴിവുള്ള, ദൈവകൃപയുള്ള, നല്ല അഭിഷേകമുള്ള ഒരു പെൺകുട്ടി. വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് പലയിടങ്ങളിൽ ടൂറിന് പോകുന്നതും അവിടെ പോയിട്ട് എടുക്കുന്ന വീഡിയോസ്, വ്ളോഗ്സ് ഒക്കെ അതിന്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്. അപ്പൊ ഒന്നിനും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കുട്ടി. അത് സ്കൂളിലോ അത് ജോലി ചെയ്യുന്ന ഓഫീസിലാണോ എവിടെയോ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു സ്പീച്ച് കൊടുക്കുന്നത് കണ്ടു. വളരെ നല്ല മനോഹരമായ രീതിയിൽ ഒരു സ്പീച്ച് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയും എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പം അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടേക്കുന്ന ഒരു ബ്ലോഗ് കണ്ടു. അതും നല്ല രീതിയിലാണ്, നല്ല സ്മാർട്ടായിട്ട് ആ കുട്ടി അത് പ്രസന്റേഷൻ ചെയ്യുന്നു. പിന്നീട് വേദപുസ്തകം ബൈബിളിനെ കുറിച്ച് ദാവീദിന്റെ അന്തരംഗത്തിലെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അപ്പൊ അന്തർഭാഗം അന്തരംഗം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു. അപ്പൊ ഒന്നിനും മാറ്റി നിർത്താൻ പറ്റത്തില്ല. പാട്ടും കുറച്ചൊക്കെ പാടുന്നുണ്ടെന്ന് തോന്നുന്നു കുട്ടി. അപ്പൊ എല്ലാത്തിനും നല്ല പ്രസരിപ്പോടുകൂടി നല്ല ഭംഗിയായിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ അറിയാവുന്ന ഒരു പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടി മരിച്ചുപോയി. അപ്പൊ ആ ഫ്യൂണറൽ സർവീസ് കണ്ടുകൊണ്ടിരുന്നപ്പം എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു സംഭവമാണ് ഇത്രയും നേരവും ഞാൻ നിങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അതാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ ചോദ്യം. സോ ആ ദേവദാസൻ ആ ആന്റിയോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ പറഞ്ഞു നിങ്ങളോട്. കൃപയുള്ള പെൺകുട്ടിയെ എന്തുകൊണ്ട് കൃപയുള്ള ആമ്പിള്ളാർക്ക് കെട്ടിച്ചു കൊടുത്തില്ല? ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം കൃപയുള്ള പെൺകുട്ടി കൃപയില്ലാത്ത ഒരു ആൺകുട്ടിയെ വിവാഹം ചെയ്യുമ്പോൾ അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ് തുടങ്ങുന്നത്. അതായത് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിന്റെ ഓർഡർ അനുസരിച്ച് സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. ഓക്കെ, ഈ അഭിഷേകമുള്ള പെൺകുട്ടിയെ അല്ലെങ്കിൽ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട കൃപയുള്ള ദൈവകൃപ വ്യാപരിക്കുന്ന ഒരു പെൺകുട്ടിയെ ദൈവകൃപയില്ലാത്ത ഒരു പുരുഷൻ വിവാഹം ചെയ്യുമ്പോൾ ഈ തലയാകുന്ന പുരുഷന് ഈ സ്ത്രീയെ വഹിക്കുവാനുള്ള ഒരു കൃപ, ഒരു അഭിഷേകം ഈ പുരുഷനില്ലാതെ പോകുന്നു. അതുകൊണ്ട് ഈ സ്ത്രീക്ക് വേണ്ടതുപോലെ ജ്വലിക്കുവാനോ ശോഭിക്കുവാനോ എന്തിന് മെറീന റെജിയെ പോലെ ഭൂമിയിൽ ജീവിച്ച് ജീവിതം തീർക്കുവാൻ പോലും സാധിക്കാതെ വരുന്നു. ഞാൻ മെറീന റെജിയെയോ അല്ലെങ്കിൽ മെറീന റെജിയുടെ ഹസ്ബൻഡിനെയോ വിമർശിക്കാൻ വന്നതല്ല. ഐ എം ജനറലി സ്പീക്കിംഗ്. വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, ഇയ്യോബിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ഉയരത്തിൽ നിന്ന് മഹാപ്രഭാവത്തോടുകൂടി ദൈവമായ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ശാന്തമായി കിടന്ന പൊടിക്ക് ആ ദൈവത്തിന്റെ പ്രഭാവത്തെ ഉൾക്കൊള്ളുവാൻ വഹിക്കുവാനുള്ള കഴിവില്ലാതെ അത് കറങ്ങി തുടങ്ങി. അങ്ങനെ ചുഴലിക്കാറ്റ് അവിടെ രൂപപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ആ ദൈവത്തിന്റെ പ്രഭാവത്തിന് മുമ്പിൽ ആ പ്രഭാവത്തെ വഹിക്കുവാനുള്ള കഴിവ് ഇയ്യോബിനും ഇല്ലാതെയായിപ്പോയി. വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, ഇയ്യോബ് കൈകൊണ്ട് വായ്പൊത്തി. കാരണം അവന്റെ മുൻപിൽ നിൽക്കുവാനോ ഒരു വാക്കുപോലും സംസാരിക്കുവാനോ ഉള്ള കഴിവ് എനിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഇയ്യോബിനും ഉണ്ടായി. എന്നതുപോലെ ഒരു ഓറ, ഒരു പ്രഭാവം വഹിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളുണ്ട് ഈ ഭൂമിയിൽ. എല്ലാ സ്ത്രീകളും ഇല്ല. ഓക്കെ, ഓറ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ സ്ത്രീകളെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പുരുഷന്മാർക്ക് എന്ത് വേണം? ദൈവത്തിൽ നിന്നുള്ള ഒരു കൃപ വേണം, ദൈവത്തിൽ നിന്നുള്ള ഒരു അഭിഷേകം അവരുടെ മേൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഓറ വഹിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെ വഹിച്ചുകൊണ്ട് നടക്കുവാനുള്ള കഴിവ് പുരുഷന്മാർക്ക് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ദേവദാസൻ ചോദിച്ചത്, കൃപയുള്ള പെൺകുട്ടികളെ എന്തുകൊണ്ട് കൃപയുള്ള അഭിഷേകമുള്ള പുരുഷന്മാർക്ക് കെട്ടിച്ചു കൊടുത്തില്ല? പക്ഷെ പെന്തക്കോസ്തിൽ എത്ര പുരുഷന്മാർ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അത് വേറൊരു ഡിബേറ്റിന് ഒരു പോയിന്റ് ആണ്. പക്ഷെ അതല്ല ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർ അവരുടെ ശരീരമാകുന്ന ഭാര്യമാരെ അവരുടെ പ്രാർത്ഥനയിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കണം. അവരുടെ അഭിഷേകത്തിൽ, ആരുടെ അഭിഷേകത്തിൽ? പുരുഷന്മാരിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിനുള്ളിൽ പൊതിയപ്പെടണം. ആര്? പുരുഷന്മാരുടെ ശരീരമാകുന്ന ഭാര്യമാർ. അതില്ല എങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കും. നമ്മുടെയൊക്കെ വിചാരം ഈ ആത്മീയ വിഷയങ്ങൾ വരുമ്പം അത് മുഴുവനും സ്ത്രീകൾ ഏറ്റെടുത്തു കൊള്ളണം എന്നാണ് നമ്മുടെ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്നത്. പക്ഷെ വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, സ്ത്രീകളല്ല ഒരു കുടുംബത്തിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് പുരുഷന്മാരാണ് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളിപ്പോഴും കേൾക്കാറുണ്ട്, എന്റെ അമ്മയുടെ കണ്ണുനീര്, എന്റെ മാതാവിന്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇങ്ങനെയായി അങ്ങനെയായിരുന്നു. പക്ഷെ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ അഭിഷിക്തന്മാരായ ഗൃഹനാഥന്മാരാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചത്. ഇയ്യോബിന്റെ കാര്യം നോക്കാൻ നമുക്കറിയാം. ഇയ്യോബ് എല്ലാ വർഷവും കുട്ടികളുടെ വിരുന്ന നാളില് അവർക്ക് വേണ്ടിയിട്ട് യാഗം കഴിച്ചു പോന്നിരുന്നു. യാക്കോബ് രാത്രി മുഴുവനും ദൂതനുമായി മല്ലുപിടിച്ചു. എന്തിനാ? കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അവിടെയൊന്നും അവരുടെ ഭാര്യമാര് അവരോട് കൂടെ കൂടിയിട്ടില്ല. ദാവീദ് തന്റെ
പൈതൽ മരണാസന്ന നിലയിൽ എത്തിയപ്പോൾ ദാവീദ് ഒറ്റയ്ക്കിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദാവീദിന്റെ ഭാര്യ ഇവിടെ പോയി? അതുപോലെ ഹാഗറിന്റെ പൈതലും അബ്രഹാമിന്റെ കൂടാരത്തിൽ എന്ന് വരെ താമസിച്ചിരുന്നുവോ അന്ന് വരെ ഹാഗർ പ്രാർത്ഥിച്ചതായിട്ടോ നിലവിളിച്ചതായിട്ടോ നാം കണ്ടിട്ടില്ല. കാരണം അബ്രഹാം എന്ന അഭിഷിക്തൻ അവിടെ ഇരുന്ന് തന്റെ കൂടാരത്തിലിരുന്ന് ഹാഗറിനും പൈതലിനും വേണ്ടിയിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് ഹാഗറിന് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷേ എന്ന് മുതൽ അബ്രഹാമിന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടോ അന്ന് ആ മൊമെന്റില് ഹാഗർ നിലവിളിക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്നാണോ ഭർത്താക്കന്മാർ തങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യാതെ വരുന്നത്, ആ നിമിഷത്തിലാണ് ഭാര്യ ആ റോള് ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കുടുംബനാഥൻ വണ്ടി ഓടിക്കുന്നു. പക്ഷേ ഓൺ ദ വേയില് ആ കുടുംബനാഥന് എന്തെങ്കിലും പറ്റുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകുന്നു, തല കറങ്ങുന്നു, അല്ലെങ്കിൽ മയങ്ങി പോകുന്നു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. അപ്പൊ ആ നിമിഷത്തിൽ എന്ത് ചെയ്യുക, ആ സ്റ്റിയറിംഗ് ബാലൻസ് ഭർത്താവിന്റെ കയ്യിൽ നിന്നും മാറിപ്പോകും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഭാര്യ ആ സീറ്റിലേക്ക് കയറി പറ്റുന്നു. അതല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന വേറെ ആരെങ്കിലും, മക്കളിൽ പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ അവരായിരിക്കും ആ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരിക്കുന്നത്. കാരണം ഭർത്താവിന് വണ്ടി ഓടിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്നതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതവും. ആത്മീയ ജീവിതത്തിൽ ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ മാത്രമാണ് ഭാര്യയ്ക്ക് ആ റോൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇത് ചുരുക്കം ചില ഭർത്താക്കന്മാർ ഒഴികെ ഒരു ഭർത്താക്കന്മാർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഡിവോഴ്സ് ആക്കപ്പെടുന്ന ഒട്ടുമിക്ക കുടുംബങ്ങളിലും നിങ്ങൾ നോക്കിക്കോളൂ, അതിലെ ഭാര്യമാർക്ക് നല്ല ടാലന്റഡ് ആയിരിക്കും, നല്ല അഭിഷേകമുള്ള, ദൈവകൃപയുള്ള, നല്ല കഴിവുള്ള സ്ത്രീകളായിരിക്കും ഭാര്യമാർ. അങ്ങനെയുള്ള ഒട്ടുമിക്ക വീടുകളിലും ചുരുക്കം ചില ഭാര്യ ഭർത്താക്കന്മാർ മാത്രമേ നിലനിന്ന് പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം സെപ്പറേറ്റഡ് ആകും, ഡൈവോഴ്സ് ആകും. അതിന്റെ കാരണം അവരെ ആ ഭാര്യമാരെ വഹിക്കുവാനുള്ള, മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള കഴിവോ പ്രാപ്തിയോ അറിവോ പുരുഷന്മാർക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. പെന്തക്കോസ്തിന്റെ കാര്യം നമുക്ക് വിടാം. നമുക്ക് മറ്റുള്ളവരുടെ ചില എക്സാമ്പിൾ എടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ് ദിലീപ് മഞ്ജു. ഓക്കെ, മഞ്ജു എന്ന് പറയുന്നത് ഒരു ഹൈലി ടാലന്റഡ് വുമൺ ആണ്. ഓക്കെ, മഞ്ജുവിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദിലീപ് ഒരുപാട് താഴെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മഞ്ജു വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഓറയുണ്ട്. പല ന്യൂസും ഞാൻ വായിച്ചിട്ടുണ്ട്, പല ന്യൂസും ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ മഞ്ജുവിനെ എതിർക്കുന്നു. കാരണം ഇവർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് ഈ മഞ്ജുവിനുള്ളത്? മഞ്ജു എല്ലാരെയും പോലെ അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ മടങ്ങി വരവിന് ശേഷം മഞ്ജുവിന് ഒന്നുമില്ല, എല്ലാം ഫ്ലോപ്പ് ആകുകയാണ്, അങ്ങനെയൊക്കെയോ പറഞ്ഞ് ന്യൂസ് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആരെല്ലാം എന്തെല്ലാം ഉൾട്ടാ സുൾട്ടാ പറഞ്ഞിട്ടും ഇപ്പോഴും ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു മുഖമുദ്ര ഈ മഞ്ജുവിന് ഉണ്ട്. അതിന്റെ കാരണം അവർ വഹിക്കുന്ന ഒരു ഓറയുണ്ട്. അത് മിക്ക പേർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ഓറ വഹിച്ചു നടക്കുന്ന ആ സ്ത്രീയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കാനുള്ള ഒരു കഴിവ് ഈ ദിലീപിന് ഇല്ലാതെ പോയതുകൊണ്ട് അത് സെപ്പറേറ്റഡ് ആയി. ഇപ്പം ദിലീപിന് പറ്റിയ ഓറയുള്ള ഒരു സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞപ്പം സകലവും ശുഭമായി. 133 സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൽ നാം വായിക്കുന്നു, അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി, അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. അപ്പൊ ഈ അഹരോന്റെ തലയിൽ ഉള്ള ആ വിശേഷ തൈലം അവന്റെ താടിയിലേക്ക്, വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് അത് ഒഴുകണം. അത് ഒഴുകി എവിടെ ചെല്ലണം? ഭാര്യയാകുന്ന ശരീരത്തിന്മേൽ അത് ഒഴുകി തുടങ്ങണം. അപ്പം ഭർത്താവിന്റെ തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് വ്യാപരിക്കുന്ന അഭിഷേകം അത് ഭർത്താവിന്റെ തലയിൽ കൂടി ഒഴുകി 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 ഭാര്യയാകുന്ന ശരീരത്തിലേക്ക് അത് ഒഴുകണം. അങ്ങനെ ഈ ഭർത്താവിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിനുള്ളിൽ ഭാര്യയാകുന്ന ശരീരം മറയപ്പെടണം, പൊതിയപ്പെടണം. എങ്കിൽ മാത്രമേ ഭാര്യമാർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അത് ഭർത്താവിനാണുള്ളത്. ഭാര്യയെ പ്രാർത്ഥനയിൽ പൊതിയണം. ഭാര്യയെ പ്രത്യേകിച്ച് ഇങ്ങനെ ഓറ വഹിക്കുന്ന ഭാര്യമാർ, സാമർത്ഥ്യം ഉള്ള ഭാര്യമാർ. സാമർത്ഥ്യം എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ മുമ്പിൽ തന്റെ അടുത്തോടെ സംസാരിക്കുകയും പുരുഷന്മാരുടെ മേൽ കൈവെക്കുന്ന സ്ത്രീകളെ കുറിച്ചൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തന്റേടികളായ സ്ത്രീകളെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേദപുസ്തകം പറയുന്ന സാമർത്ഥ്യം എന്താണ്? വേദപുസ്തകം പറയുന്ന സാമർത്ഥ്യമുള്ള സ്ത്രീ, ദൈവവചനത്തിൽ നിപുണതയുള്ള സ്ത്രീ, ദൈവഭയമുള്ള സ്ത്രീ, ദൈവകൃപ വ്യാപരിക്കുന്ന സ്ത്രീ, ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനമുള്ള സ്ത്രീ, കർത്താവിനെ കുറിച്ച് വചനത്തിൽ നല്ല ജ്ഞാനമുള്ള സ്ത്രീ, ഇങ്ങനെ ദൈവിക കൃപകളാൽ നിറയപ്പെട്ട ഈ സ്ത്രീയെ കുറിച്ചാണ് സാമർത്ഥ്യമുള്ള സ്ത്രീ എന്ന് വേദപുസ്തകം പറയുന്നത്. അപ്പൊ ഈ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ഭർത്താക്കന്മാരുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. സാധാരണ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാരെ പോലെയല്ല സാമർത്ഥ്യമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ. അവർക്ക് ഉത്തരവാദിത്തം കൂടുതലാണ്. വേറൊരു എക്സാമ്പിൾ ഞാൻ തരാം. അബീഗയിലും നാബാലും ആയി വിവാഹം കഴിഞ്ഞു. പക്ഷെ അബീഗയിലിനെ കുറിച്ച് പറയുന്നു, അവൾ വിവേകമുള്ള സ്ത്രീ, അഭിഷിക്തന്മാരെ എങ്ങനെ മാനിക്കണം,
ഒരു അതിഥി വീട്ടിൽ വന്നാൽ എങ്ങനെ സൽക്കരിക്കണം എന്നൊക്കെ നന്നായി അറിയാവുന്ന ദൈവകൃപയുള്ള ദൈവഭയമുള്ള പ്രവചനത്തിന്റെ ആത്മാവുള്ള ഒരു സ്ത്രീ ആയിരുന്നു അബീഗയിൽ. പക്ഷെ കിട്ടിയത് മദ്യപാനിയായ 5 വയസ്സേക്ക് അഭിഷിക്തന്മാരെ വകവെക്കാത്ത ദൈവഭയമില്ലാത്ത നാബാലിനെ. പക്ഷെ ദാവീദിന് ഒരല്പം അപ്പവും വെള്ളവും തുരുത്തിയിലെ വെള്ളവും കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി ഇവൾ സാധാരണ സ്ത്രീയല്ല, ഇവൾ സാമർത്ഥ്യമുള്ള സ്ത്രീയാണ്. അപ്പോൾ ദാവീദ് ഒരു നിമിഷത്തേക്കെങ്കിലും ചിന്തിച്ചു കാണും, ഓ ഇത്ര കഴിവുള്ള ഒരു സ്ത്രീ, ഇത്ര സാമർത്ഥ്യമുള്ള സ്ത്രീയെ ഭാര്യയായി കിട്ടുന്നവന്റെ ഭാഗ്യം എന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ദാവീദ് തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയെന്ന് അബീഗയിൽ കൃത്യമായി പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ നാബാൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടും അമാന്തിച്ചില്ല. അപ്പോൾ തന്നെ ദാവീദ് തന്റെ ഭൃത്യനെ വിട്ടിട്ട് പറയുന്നു, അബീഗയിലിനെ കൂട്ടിക്കൊണ്ടുവരൂ. കാരണം മറ്റാരെങ്കിലും അബീഗയിലിനെ ഭാര്യയാക്കി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ കിട്ടണം. കാരണം ദാവീദിന് മനസ്സിലായി അബീഗയിൽ നല്ല സാമർത്ഥ്യമുള്ള സ്ത്രീയാണ്. അങ്ങനെ അബീഗയിൽ ദാവീദിന്റെ ഭാര്യയായി കഴിയുമ്പോൾ ദാവീദിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിനുള്ളിൽ അബീഗയിലിനെ ദാവീദ് പൊതിഞ്ഞു. പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇതാണ് ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വം. നമ്മുടെയൊക്കെ വിചാരം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് രാവിലെ എഴുന്നേൽക്കും, എടിയേ ബെഡ് കോഫി, 10 മണിയാകുമ്പോൾ എടിയേ ബ്രേക്ക്ഫാസ്റ്റ്, 12 മണിയാകുമ്പോൾ എടിയേ ലഞ്ച്. ഇതല്ല ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വം. ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭർത്താക്കന്മാർക്ക് വളരെയധികം ഉത്തരവാദിത്വങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഭാര്യമാർ സാമർത്ഥ്യമുള്ള ഭാര്യമാരാണെങ്കിൽ, ഓറ വഹിക്കുന്ന ഭാര്യമാരാണെങ്കിൽ, അങ്ങനെയുള്ളവരുടെ ഭർത്താക്കന്മാർക്ക് ഉത്തരവാദിത്വം ×2 അത് വർദ്ധിക്കുന്നു. ഇതറിയാതെയാണ് പല പുരുഷന്മാരും ജീവിക്കുന്നത്. സാധാരണ സ്ത്രീകളുണ്ട്, അവരെ കൊണ്ട് യാതൊരു ശല്യവുമില്ല. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, പള്ളിയിൽ പോകുന്നു, കർത്താവ് നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു, കഴിഞ്ഞ ആഴ്ചയും നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു, അടുത്ത ആഴ്ചയും വല്ലഭനാകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം, ഇരുന്നോണം. അങ്ങനെയുള്ള ഭാര്യമാരെ കൊണ്ട് ഭർത്താക്കന്മാർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പക്ഷേ ഓറ വഹിക്കുന്ന സ്ത്രീയാണോ നിങ്ങൾ പെട്ടു. നിങ്ങളുടെ ഉത്തരവാദിത്വം ×2 ആയത് വർദ്ധിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം. പുരുഷന്മാർ അഭിഷേകം പ്രാപിച്ചിട്ട് ആ അഭിഷേകത്തിനുള്ളിൽ ഭാര്യമാരെ എപ്പോഴും പൊതിഞ്ഞു സൂക്ഷിക്കണം. പക്ഷേ ഇന്ന് അത് നടക്കുന്നില്ല. സാമർത്ഥ്യമുള്ള ഭാര്യമാർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നു. ഈ ആത്മീയ വിഷയങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ദൈവം ഒരു ആത്മീയ ജ്ഞാനം തരണം. എല്ലാ സ്ത്രീകൾക്കും സാമർത്ഥ്യമില്ല. ഏത് വേദപുസ്തകം പറയുന്ന സാമർത്ഥ്യം, ഓക്കെ, അല്ലാതെ സാമർത്ഥ്യം കാണും. ഔദ്യോഗിക മണ്ഡലത്തിൽ പല പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവരും നല്ല ലാംഗ്വേജ് ഉള്ളവരും മൾട്ടി ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഭാര്യമാരും കഴിവും കാര്യങ്ങളും പാട്ടുപാടലും പരിപാടിയും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വേദപുസ്തകം പറയുന്ന സാമർത്ഥ്യം, അതാണ് ഈ ഓറ. അതുകൊണ്ടാണ് വേദപുസ്തകം ചോദിച്ചത്, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? ഇവിടെയുള്ള മാതാപിതാക്കളെ, പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിലും, നിന്റെ മോളെ കെട്ടിച്ചില്ലെങ്കിലും ഒരു മദ്യപാനിയുടെ ഭാര്യയാകാൻ ഇടവരരുത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്റെ, കഞ്ചാവും കറപ്പും അടിക്കുന്നവന്റെ ഭാര്യയായി നിന്റെ കുഞ്ഞിനെ കൊടുക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. നിങ്ങൾ ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും, പെന്തക്കോസ്തിലുള്ള ആമ്പിള്ളേർക്ക് കഞ്ചാവടിയും മദ്യപാനവും മറ്റു മുറുക്കൂത്തുകളൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ ഞങ്ങൾ പറയും, അഭിഷേകം പ്രാപിക്കാത്ത ഒന്നിനെയും ജീവിതത്തിൽ അടുപ്പിക്കാൻ പോകരുത്.